പ്രതിഷ്ഠിത വരന് അരികിൽ പ്രഫുല്ലയ്ക്കും അന്ത്യനിദ്ര. മകളുടെ അന്ത്യാഭിലാഷം നിറവേറ്റി കുടുംബം. കാസർഗോഡ് കീതൂർ കുണ്ടേങ്കരടുക്കയിലെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ട പ്രതിഷ്ഠിത വധു പ്രഫുല്ലയുടെ മൃതദേഹം തമിഴ്നാട് തിരുനെൽവേലി വെള്ളിയൂർ ഗ്രാമത്തിൽ സംസ്കരിച്ചു. വാഹനാപകടത്തിൽ മരിച്ച പ്രതിശ്രുത വരന് അരികിൽ തന്നെയും സംസ്കരിക്കണമെന്ന പ്രതിശ്രുത വധുവിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റി പിതാവും കുടുംബവും. കഴിഞ്ഞ ദിവസം കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിതൂർ കുണ്ടങ്കേരടുക്കയിലെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ട പ്രതിശ്രുത വധു പ്രഫുല്ലയുടെ മൃതദേഹം തമിഴ്നാട് തിരുനെൽവേലി വള്ളിയൂർ ഗ്രാമത്തിൽ സംസ്കരിച്ചു. ബാങ്ക് ജീവനക്കാരനായ തിരുനെൽവേലി സ്വദേശി മണിയും പ്രഫുല്ലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം 4 മാസം മുമ്പാണ് നടന്നത്. മഴക്കാലം കഴിഞ്ഞ ശേഷം വിവാഹം നടത്താനായിരുന്നു ഇരുവരുടെയും വീട്ടുകാരുടെ തീരുമാനം. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് 1 മാസം മുമ്പുണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണി 10 ദിവസം മുമ്പ് മരണപ്പെട്ടത്. മണിയുടെ സംസ്കാര ചടങ്ങിൽ പ്രതിശ്രുത വധുവായ പ്രഫുല്ലയും കുടുംബവും പങ്കെടുത്തിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം പ്രഫുല്ല ദുഃഖിതയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രഫുല്ലയെ ഞായറാഴ്ച വൈകുന്നേരത്തോടെ വീട്ടിനകത്ത് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്തു നിന്നും പ്രഫുല്ല എഴുതിയ ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിരുന്നു. തന്റെ മൃതദേഹം പ്രതിശ്രുത വരനായ മണിയുടെ അരികിൽ സംസ്കരിക്കണമെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ഇക്കാര്യം പ്രഫുല്ലയുടെ വീട്ടുകാർ മണിയുടെ വീട്ടുകാരെ അറിയിച്ചു. ഇരു കുടുംബക്കാരും പ്രതിശ്രുത വധുവിന്റെ അന്ത്യാഭിലാഷം സഫലമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആംബുലൻസിൽ തമിഴ്നാട്ടിലെ മണിയുടെ നാട്ടിൽ എത്തിക്കുകയായിരുന്നു. പിതാവ് ജയാനന്ദ, സഹോദരൻ പ്രമോദ്, മുൻ പഞ്ചായത്ത് അംഗം രവിരാജ്, ബന്ധുവായ ലോകേഷ് എന്നിവർ മൃതദേഹത്തെ അനുഗമിച്ചു. ആചാരപരമായ ചടങ്ങുകളോടെയാണ് മണിയുടെ കുഴിമാടത്തിനരികിൽ പ്രഫുല്ലയെയും സംസ്കരിച്ചത്. ചടങ്ങിൽ പങ്കെടുത്തവരെയെല്ലാം കണ്ണീരണിയിച്ചുകൊണ്ടാണ് പ്രഫുല്ല ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് യാത്രയായത്. റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.